ഓരോരുത്തരും പറയും ഇത് ഹലാല. ആര് പറഞ്ഞു? സൗദി അറേബ്യയിലുള്ള ഏതോ മൂലയിൽ കിടക്കുന്ന ആടിനെ വയ്ക്കുന്ന ഏതോ ഒരു ചങ്ങായി ആൾക്കാർക്ക് വിശ്വാസ. കോഴിക്കോട് ഒരു സാധു പെണ്ണ് എന്നുള്ള കോലത്തിൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണും ജനങ്ങളെ കൂട്ടിയിട്ട് പറഞ്ഞു, ബാങ്ക് പലിശയല്ല, ഇതൊരു നിക്ഷേപം മാത്രമാണ്, ഇത് ഞങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ ബിസിനസ് നിന്ന് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തരും. പലരോടും ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ, ഒരു ഖുത്ബ പോലും പറഞ്ഞു കൊടുക്കല്ലേ. കാരണം അതെന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് അറിയൂല. അവർ ചെയ്യുന്നത് മൾട്ടി ലെവൽ ബിസിനസ് ആണെങ്കിൽ അവർ നിക്ഷേപിക്കുന്നത് ലോട്ടറിയിലായിരിക്കും, അവർ നിക്ഷേപിക്കുന്നത് സ്വർണ്ണക്കടത്തിലായിരിക്കും, അവർ നിക്ഷേപിക്കുന്നത് മറ്റേതെങ്കിലും ലഹരിയിലായിരിക്കും, കഞ്ചാവിലായിരിക്കും. എന്താണ് കച്ചവടം എന്നറിയാത്ത ഊഹത്തിന്റെ പേരിൽ നിങ്ങൾ കച്ചവടം ചെയ്യല്ലേ. ഊഹക്കച്ചവടം അള്ളാന്റെ ഹബീബ് നിഷേധിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഒരു മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അത് ഹക്കാൻ. ആ പറഞ്ഞ മൗലവിന്റെ പേര് നോക്കിയപ്പോ കണ്ടത് സിറിയയിൽ കിടക്കുന്ന ഏതോ ഒരുത്തന്റെ പേര് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അവസാനം 30 കോടി ഉറുപ്പിക മുക്കിയിട്ട് പെണ്ണുപോയപ്പം പള്ളിയിൽ വന്ന് മുഖം മുട്ടി നെഞ്ചു പൊരിഞ്ഞ് കരയുന്ന പലരോടും ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ ആർത്തിയ, മുതല് കിട്ടാനുള്ള ആർത്തി. മേലനങ്ങാണ്ട് കിട്ടുന്നതൊന്നും നിലനിൽക്കൂല മനുഷ്യരെ. ആരാന്റെ മനസ്സ് വേദനിപ്പിച്ചതൊന്നും നിൽക്കൂല. ഇന്നെല്ലാ രംഗത്തും അതാ. കുനിയിൽ